ഈശോയുടെ നാമത്തിന് എന്ന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക അധ്യായം 1. അമ്മേ, അങ്ങ് വിസിറ്റേഷൻ ബോർഡിങ്ങിൽ നിന്ന് മടങ്ങി വന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആനന്ദത്തിൻ്റെ ആധിക്യം കത്തിൻ്റെ ഈ അവസാന ഭാഗം എന്നെ അനുസ്മരിപ്പിക്കുന്നു. അങ്ങ് എന്നെ വാരിയെടുത്തു. മരിയ ചേച്ചി സെലിൻ ചേച്ചിയെയും എടുത്തു. ഞാൻ അന്നേരം 1000 ആശ്ലേഷണങ്ങൾ അങ്ങേക്ക് സമ്മാനിച്ചു. അങ്ങയുടെ കേശസമൃദ്ധി കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടി ഞാൻ അങ്ങയുടെ പിൻഭാഗത്തേക്ക് കണ്ണോടിച്ചുകൊണ്ടേയിരുന്നു. 3 മാസം സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു കഷ്ണം ചോക്ലേറ്റ് അങ്ങ് എനിക്ക് എടുത്തു തന്നു. അതെനിക്ക് എന്തൊരു തിരിശേഷിപ്പായിരുന്നുവെന്ന് അമ്മയൊന്ന് ഓർത്തു നോക്കുക. മാൻസിലേക്ക് ഞാൻ ചെയ്ത യാത്രയും ഇന്നും ഞാൻ ഓർക്കുന്നു. അതെൻ്റെ ആദ്യത്തെ തീവണ്ടി യാത്രയായിരുന്നു. ആ യാത്രയിൽ അമ്മച്ചിയുടെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് എനിക്ക് എന്തുമാത്രം ആനന്ദകരമായിരുന്നു. എന്നാൽ അതിനിടയിൽ ഞാൻ കരയാനിടയായത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. വഴി നീളെ കരഞ്ഞത് നിമിത്തം മുഖമെല്ലാം ചുമന്ന് കണ്ണുനീരൊലിപ്പിച്ച് വിലക്ഷണമായൊരു വികൃതി കൊച്ചിനെ കൊണ്ടുചെന്ന് മാൻസിലെ അമ്മായിയെ കാണിക്കുവാനുള്ള ഗതികേടാണ് അമ്മച്ചിക്കുണ്ടായത്. അവിടുത്തെ സന്ദർശന മുറിയുടെ സ്മരണകളൊന്നും തന്നെ ഇപ്പോൾ എനിക്കില്ല. അമ്മായി എനിക്കൊരു ചെറിയ വെള്ളെലി കുഞ്ഞിനെയും ഒരു കടലാസ് കൊട്ട നിറയെ പലഹാരങ്ങളും കൊട്ടയുടെ മുകളിൽ എൻ്റെ കൈവിരൽ വണ്ണത്തിൽ ഭംഗിയുള്ള 2 പഞ്ചസാര വളകൾ പ്രതിഷ്ഠിതമായിരുന്നു കൊണ്ടുവന്ന് തന്നത് മാത്രം ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, നല്ല കുരുത്തമായി, സെലിൻ ചേച്ചിക്ക് കൊടുക്കുവാൻ ഒരു വള കിട്ടിയല്ലോ. എന്നാൽ കഷ്ടം, ഞാൻ ആ കൊട്ട കൈപ്പിടിയിൽ പിടിച്ചെടുത്തു. മറ്റേ കൈ അമ്മച്ചിയുടെ കൈമേലും പിടിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. ഏതാനും ചുവട് നടന്ന ശേഷം ഞാൻ കൊട്ടയിലേക്ക് നോക്കിയപ്പോൾ പലഹാരങ്ങൾ മുഴുവൻ തന്നെയും വഴിയിൽ ചിതറിക്കിടക്കുന്നത് കണ്ടു. വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ പ്രിയപ്പെട്ട വളകൾ ഒന്നിനു കൂടി പലഹാരങ്ങൾക്ക് നേരിട്ട ദുരദൃഷ്ടം തന്നെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സെലിൻ ചേച്ചിക്ക് കൊടുക്കുവാൻ എനിക്ക് പിന്നെ ഒന്നുമില്ലായിരുന്നു. എൻ്റെ വ്യസനം കണ്ണുനീരായി. തിരികെ പോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ താല്പര്യം അമ്മച്ചി അത്ര ഗൗനിച്ചില്ല. അത് കുറച്ച് കടന്നുപോയി എന്ന് എനിക്ക് തോന്നി. കണ്ണുനീരിന് പിറകെ കരച്ചിലുമായി. അമ്മച്ചി എന്തുകൊണ്ടാണ് എൻ്റെ വ്യസനത്തിൽ പങ്കുകൊള്ളാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് എൻ്റെ വേദനയെ വളരെയധികം വർദ്ധിപ്പിച്ചത്. അമ്മച്ചി സെലിൻ ചേച്ചിയെയും എന്നെയും പരാമർശിച്ച് അങ്ങേക്കെഴുതിയ കത്തുകളിലേക്ക് തന്നെ ഇനിയും മടങ്ങാം. എൻ്റെ സ്വഭാവവിശേഷം അങ്ങേക്ക് വെളിവാക്കാൻ പറ്റിയ മാർഗം അതാണ്. എൻ്റെ ദുശാഠ്യങ്ങൾ വളരെ വ്യക്തമായി വിവരിക്കുന്ന ഒരു ഭാഗം ഉദ്ധരിക്കാം. ഇതാ, സെലിൻ കുഞ്ഞിൻ്റെ കൂടെ ചതുരക്കട്ടകൾ കൊണ്ട് കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നുണ്ട്. സ്വർഗമകുടത്തിനൊരു രത്നം സമ്പാദിക്കാൻ വേണ്ടി സെലിൻ വിട്ടുകൊടുക്കും. കുഞ്ഞിൻ്റെ അരിശം മൂത്തു വരുമ്പോൾ ഞാൻ ചെന്ന് അവളെ ശാസിക്കാറുണ്ട്. എല്ലാം അവളുടെ ഇഷ്ടം പോലെ സാധിച്ചില്ലെങ്കിൽ സമസ്തവും നശിപ്പിച്ച് നിരാശ പിടിച്ചവരെ പോലെ അവൾ നിലത്ത് കിടന്നുരുളും. ശ്വാസം മുട്ടി പോകത്തക്ക വിധത്തിൽ ആ സ്ഥിതി ചിലപ്പോൾ അത്ര ഗുരുതരമായി തീരും. എളുപ്പം ശോഭിച്ചു പോകുന്ന ഒരു കൊച്ചാണവൾ. എങ്കിലും സുശീലയും വളരെ ബുദ്ധിമതിയുമാണ്. അവൾ സകലവും ഓർമ്മിച്ചിരിക്കും. ന്യൂനതയൊന്നുമില്ലാത്ത ഒരു കുട്ടിയെന്ന നിലയിൽ നിന്ന് എത്രമാത്രം വിദൂരത്തായിരുന്നു ഞാൻ എന്ന് എൻ്റെ അമ്മേ, ഇതിൽ നിന്ന് അങ്ങേക്ക് വ്യക്തമാണല്ലോ. ഉറങ്ങുമ്പോൾ പോലും നല്ല കൊച്ചാണെന്ന് എന്നെക്കുറിച്ച് പറയുക സാധ്യമായിരുന്നില്ല. രാത്രിയിൽ എൻ്റെ ചാബല്യങ്ങൾ പകലത്തേതിനേക്കാളും അധികമായിരുന്നു. പുതപ്പുകളെയും കിടക്കവിരികളെയും എല്ലാം ചുറ്റും സഞ്ചരിക്കുവാൻ ഞാൻ പറഞ്ഞയക്കും. എന്നിട്ട് എൻ്റെ കൊച്ചു കട്ടിലിൻ്റെ പടിയിൽ മേൽ തല തല്ലും. വേദന നിമിത്തം ഞാൻ ഉണരും. അമ്മച്ചി, എൻ്റെ തല മുട്ടിയേ എന്ന് നിലവിളിക്കും. പരിക്ഷീണയായ അമ്മച്ചി എഴുന്നേറ്റു വരാൻ നിർബന്ധിതയാകും. വന്നു നോക്കുമ്പോൾ എൻ്റെ നെറ്റി മുഴച്ചിട്ടുണ്ടെന്നും എൻ്റെ തല മുട്ടിയതാണെന്നും ഗ്രഹിക്കും. എന്നെ നന്നായി പുതപ്പിച്ചിട്ട് വീണ്ടും പോയി കിടക്കും. ഒരു നിമിഷം കഴിയുമ്പോൾ പിന്നെയും കേൾക്കാം തല മുട്ടിയേ എന്ന നിലവിളി. ഒടുവിൽ എന്നെ കട്ടിലിൽ കെട്ടിയിടേണ്ടതായി വന്നു. കൊച്ചു വികൃതി. തലയിട്ട് തല്ലി അമ്മച്ചിയെ ഉണർത്താതിരിക്കാൻ കൊച്ചു സെലിൻ ചേച്ചി രാത്രി തോറും കുറെ കയറുമായി വന്ന് അതിനെ കെട്ടിയിടുക പതിവായിരുന്നു. ആ വിദ്യ ഫലിച്ചു. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ നല്ല കൊച്ചായി തീർന്നു. ഉണർന്നിരിക്കുമ്പോൾ
എനിക്കുണ്ടായിരുന്ന വേറൊരു ദുശീലത്തെക്കുറിച്ച് അമ്മച്ചി കത്തുകളിൽ ഒന്നും പറയുന്നില്ല. അമിതമായ സ്വയം സ്നേഹമായിരുന്നു അത്. എൻ്റെ വിവരണം നീണ്ടുപോകാതിരിക്കാൻ 2 ഉദാഹരണങ്ങൾ മാത്രം ഉദ്ധരിക്കാം. ഒരു ദിവസം അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ കൊച്ചു ത്രേസ്യ, നീ ഒന്ന് നിലം മുത്തുമെങ്കിൽ ഞാൻ നിനക്ക് 5 പൈസ തരാം. 5 പൈസ അന്നെനിക്കതൊരു നിധി തന്നെയായിരുന്നു. അത് സമ്പാദിക്കാൻ എൻ്റെ ഔന്നിത്യത്തെ അത്ര താഴ്ത്തേണ്ട ആവശ്യവും അന്നില്ലായിരുന്നു. കാരണം ഞാൻ ചെറുതായിരുന്നതിനാൽ എനിക്കും തറയ്ക്കും അധികം അകലമില്ലായിരുന്നു. എങ്കിലും നിലം മുത്തുക എന്ന ആശയത്തെ തന്നെയും എൻ്റെ ധിക്കാരം എതിർത്തു. ഞാൻ നല്ലവണ്ണം നിവർന്നു നിന്ന് പറഞ്ഞു, ഓ വേണ്ട എൻ്റെ കുഞ്ഞമ്മച്ചി, ആ 5 പൈസ കിട്ടാതിരിക്കുക തന്നെ ഭേദം. മറ്റൊരവസരത്തിൽ ഗ്രൊഞ്ഞിയിലുള്ള മാഡം മൊണിയേയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അമ്മച്ചി മരിയ ചേച്ചിയോട് പറഞ്ഞു, ലേസ് പിടിപ്പിച്ച ഇളം നീലയുടുപ്പ് എടുത്ത് ധരിക്കുവാൻ. കൈത്തണ്ടുകൾ നഗ്നമായിരിക്കരുത്, വെയിലുകൊണ്ട് കറുത്തുപോകും എന്നും പറഞ്ഞു. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വസ്ത്രധാരണ വിഷയത്തിൽ ഉണ്ടായിരിക്കേണ്ട നിഷ്പക്ഷ മനോഭാവം ഞാൻ അവലംബിച്ചു. എങ്കിലും എൻ്റെ കൊച്ചു കൈത്തണ്ടുകൾ നഗ്നമായിരുന്നതിനാൽ കൂടുതൽ അഴകായിരുന്നേനെ എന്നായിരുന്നു ഉള്ളിലെ എൻ്റെ വിചാരം. എൻ്റെ സ്വഭാവവിശേഷം ഇതായിരുന്നതിനാൽ പുണ്യമില്ലാത്ത മാതാപിതാക്കന്മാരായിരുന്നു എന്നെ വളർത്തിയിരുന്നതെങ്കിൽ, അഥവാ ലൂയിസ സെലിൻ ചേച്ചിയെ എന്ന വണ്ണം എന്നെയും വഷളാക്കിയിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുഷ്ടയായി തീരുമായിരുന്നു. നശിച്ചു പോകാൻ തന്നെയും ഇടയാകുമായിരുന്നു. എന്നാൽ യേശു തൻ്റെ കുഞ്ഞു മണവാട്ടിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. സമസ്തവും അവൾക്ക് ഗുണകരമായി പരിണമിക്കണമെന്നായിരുന്നു അവിടുത്തെ തിരുമനസ്. ചെറു ന്യൂനതകൾ പോലും തക്ക സമയത്ത് പരിഹരിക്കപ്പെട്ടതിനാൽ പുണ്യപൂർണതയിൽ പുരോഗമിക്കുവാൻ എല്ലാം അവൾക്ക് ഉപകരിച്ചു. സ്വയം സ്നേഹത്തോടൊപ്പം നന്മയോടുള്ള പ്രതിപത്തിയും എന്നിലുണ്ടായിരുന്നതിനാൽ ഞാൻ കാര്യമായി ചിന്തിച്ചു തുടങ്ങിയത് തന്നെ ഒരു സംഗതി നന്നെന്ന് ആരെങ്കിലും ഒരിക്കൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പിന്നെ ആവർത്തിച്ച് പറയിക്കാൻ ഞാൻ ഇടയാക്കിയിരുന്നില്ല. വളർന്നു വരുന്തോറും ഞാൻ അമ്മച്ചിക്ക് കൂടുതൽ ആശ്വാസം നൽകിയിരുന്നുവെന്ന് കത്തുകളിൽ കാണുന്നത് എനിക്ക് ചാരിതാർത്ഥ്യജനകമാണ്. എൻ്റെ ചുറ്റിലും സൽമാതൃകകൾ മാത്രം ഉണ്ടായിരുന്നതിനാൽ അവയെ അനുഗമിക്കുവാൻ നൈസർഗികമായി ഞാൻ താല്പര്യപ്പെട്ടു. 1876 അമ്മച്ചി ഇങ്ങനെ എഴുതുകയുണ്ടായി, ത്രേസ്യയ്ക്ക് പോലും ചിലപ്പോൾ പുണ്യപരിശീലനത്തിന് താല്പര്യം കാണുന്നുണ്ട്. കരൾ കവരുന്ന ഒരു മനക്കുഞ്ഞാണവൾ. നിഴൽ പോലെ ലോലയാണവൾ. നല്ല ചുറുചുറുക്കുമുണ്ട്. എന്നാൽ അവളുടെ ഹൃദയം സ്നേഹനിർഭരമാണ്. സെലിനും അവളും തമ്മിൽ വലിയ സ്നേഹമാണ്. 2 പേരും ഒന്നിച്ചു കൂടിയാൽ പിന്നെ ഉത്സാഹത്തിന് വേറെ ആരും വേണ്ട. എല്ലാ ദിവസവും ഊണ് കഴിഞ്ഞാലുടൻ സെലിൻ അവളുടെ പൂവൻ കോഴിയെ പിടിക്കാൻ പോകും. അതോടൊന്നിച്ച് ത്രേസ്യായുടെ പിടക്കോഴിയെയും അവൾ പിടിക്കും. എന്നെ കൊണ്ടത് പറ്റുകയില്ല. എന്നാൽ അവൾക്ക് ഒറ്റച്ചാട്ടത്തിന് അതിനെ പിടിക്കാനുള്ള വിദ്യയുണ്ട്. പിന്നെ ആ ജന്തുക്കളെയും കൊണ്ട് നെരിപ്പോടിനടുത്ത് ചെന്നിരുന്ന് 2 പേരും കൂടെ വളരെ നേരം കളിക്കും. ആ പിടയെയും പൂവനെയും എനിക്ക് സമ്മാനിച്ചത് കൊച്ചു റോസാണ്. പൂവനെ ഞാൻ സെലിൻ ചേച്ചിക്ക് കൊടുത്തു. കഴിഞ്ഞ ഒരു ദിവസം സെലിൻ എൻ്റെ കൂടെ വന്നു കിടന്നു. ത്രേസ്യയെ 2ാം നിലയിൽ ഒരു കട്ടിലിലാണ് കിടത്തിയിരുന്നത്. താഴെ കൊണ്ടുവന്ന് ഉടുപ്പിക്കണമെന്ന് അവൾ ലൂയിസയോട് പറഞ്ഞിരുന്നു. ലൂയിസ അവളെ കൊണ്ടുവരാൻ മുകളിൽ ചെന്നപ്പോൾ കട്ടിലിൽ ആരെയും കണ്ടില്ല. സെലിൻ ഇറങ്ങിയ ശബ്ദം കേട്ട് ത്രേസ്യയും അവളുടെ കൂടെ ഇറങ്ങി വന്നിരുന്നു. ലൂയിസ അവളോട് ചോദിച്ചു, ഉടുപ്പിടാൻ നീ താഴോട്ട് വരുന്നില്ലേ എന്ന്. ഇല്ല ലൂയിസ, നിവർത്തിയില്ല. ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ 2ഉം പോലെയാണ്. ഞങ്ങൾ വേർപിരിയുക സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് 2 പേരും ഒന്നിച്ചു കിടന്നു. ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.